പ്രിയപ്പെട്ട എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്ന് പോകുന്നത് 1825 മുതൽ 1874 വരെയുള്ള സംഭവബഹുലമായ അന്നത്തെ കാലത്തെ നവോത്ഥാന നായകരിൽ ഏറ്റവും പ്രധാനിയായ ആറാട്ടുപുഴ വേലായുധപ്പണിക്കരുടെ സ്മാരകത്തിലേക്കും വീട്ടിലേക്കുമാണ്. ഇന്നത്തെ കാലത്തെ അനാചാരങ്ങൾ കേട്ടാൽ നമ്മൾ ഞെട്ടും. ഒരു നമ്പൂതിരിയിൽ നിന്ന് നായർ 16 അടി മാറി നടക്കണം, 32 അടി മാറി വേണം ഈഴവൻ നടക്കാൻ, പുലേനോ പറയനോ 72 അടി വരെ മാറി നടക്കണം. ഇങ്ങനെയുള്ള ദുരാചാരങ്ങൾക്ക് എതിർത്തുകൊണ്ട് മുക്കുത്തിക്കരം, മുലക്കരം തുടങ്ങിയ ആചാരങ്ങളെ എതിർത്തുകൊണ്ട് മുന്നിൽ നിന്ന് നയിച്ചതാണ് വേലായുധപ്പണിക്കർ. സ്വന്തമായിട്ട് ശിവക്ഷേത്രവും അദ്ദേഹം പണിതിട്ടുണ്ട്. ഇനി നമുക്ക് പതുക്കെ അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് നടക്കാം. ഞാൻ ലൈവ് വരാം, നോക്കൂ. ഇതാണ് ആറാട്ടുപുഴ വേലായുധപ്പണിക്കരുടെ വീട്. കണ്ടോ? നമുക്ക് നോക്കാം, ഉള്ളിലേക്ക് നോക്കാം. കണ്ടോ? കാട് പിടിച്ച് കിടക്കുക ഫുള്ള്. ആരൊക്കെയോ കുറച്ച് കപ്പയൊക്കെ നട്ടിട്ടുണ്ട്. ഫുള്ള് കാട് പിടിച്ച് കിടക്കുകയാണ്. ഏകദേശം ഒരു 3-4 ഏക്കർ സ്ഥലമുണ്ട്. ഫുള്ള് തകർന്ന് തരിപ്പണായി കിടക്കുക. ഇതിൻ്റെ പണികളൊക്കെ നോക്കിയേ, കണ്ടോ? സൂപ്പർ. ഇരിക്കാനായിട്ടൊരു തളമുണ്ട്, കണ്ടോ? ഇതിൻ്റെ അകത്തുനിന്ന് കയറി നോക്കാം. നമുക്ക് കയറി നോക്കാം. ഓ, പാമ്പ് വല്ലതും ഉണ്ടാവോ നോക്കാമേ. കണ്ടോ? ഫുള്ള് കാട് പിടിച്ച് നശിച്ച്. ഇത് ഗവൺമെൻറ്റിന് ഇത്രയെങ്കിലും ഉത്തരവാദിത്വം വേണ്ടേ? ഇത്രയും ചരിത്രപ്രസിദ്ധമായ പ്രധാനിയായ ഒരാളുടെ വീട് ഒരു ചരിത്ര സ്മാരകമായിട്ട് സൂക്ഷിക്കേണ്ടതല്ലേ? അത്രയും നല്ലൊരു നോക്ക്. ഇതെല്ലാം എത്ര വർഷം പഴക്കമുള്ളതാണ്? 1890-കളിലെ 1800-ലെ കാര്യം. കുഞ്ഞ് അന്നത്തെ കാലത്ത് കുഞ്ഞ് വീടാണ്, പക്ഷേ സൂപ്പർ. ഇതിൻ്റെ തടിയൊന്നും ഇന്നും ദ്രവിച്ചിട്ടില്ല കേട്ടോ. ഇതൊന്നും ദ്രവിച്ചിട്ടില്ല. ഞാൻ ഇവിടെ ഒരു 5 മിനിറ്റ് ഇരിക്കട്ടെ, തളർന്ന്. ഇതൊരു കാട്ടിൻ്റെ ഉള്ളിലാണ്. കൊള്ളാം. ഇതുണ്ടോ? ഇളകി വീണിരിക്കുന്ന. ഓ, ഇതാണ് ആറാട്ടുപുഴ വേലായുധപ്പണിക്കരുടെ വീട്. നല്ലല്ലേ? ഇതൊന്ന് കാണേണ്ടതാണ്. ആരും സൂക്ഷിക്കുന്നില്ല, അതുകൊണ്ട് തന്നെ. ഇതൊരുപാട് വലിയ സ്ഥലമാണ്. അവിടെ നാത്താന്മാരുടെ ഇത്. ചരിത്രത്തെ ഇങ്ങനെ നശിപ്പിച്ചതിന് മാപ്പ് തരുമോ എന്നറിയത്തില്ല അദ്ദേഹം.